ഹലോ എവ്രിവൺ, ഇന്ന് രാവിലെ 5 മണിക്ക് എണീച്ചിട്ടോ ഞാൻ ട്രെയിനിൽ കയറി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, ട്രെയിനിൽ കയറി ഞാനാണെങ്കിൽ ഫാൻ ഇടാനും മറന്നുപോയി. നല്ല കൊതുക് കടിയും. മാത്രമല്ല ട്രെയിൻ മാറിയോട്ടോ കയറിയത്. ഞാൻ രാവിലെ കയറാൻ ഉദ്ദേശിച്ച ട്രെയിനിലല്ല കയറിയത്. ഇനി എപ്പോൾ എത്തുമാവോ, 7:30 ആകുമ്പോൾ എത്താനും പറഞ്ഞേക്കും. ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. എന്നാലും ഞാൻ അവിടെ എത്തി ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വിശന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാനാണ് നേരെ കയറി കേട്ടോ. അവിടെ നമ്മുടെ വൈറ്റ് പാലസ് എന്ന് പറഞ്ഞുള്ള ഹോട്ടലിലായിരുന്നു ഷൂട്ട്. ക്ലയൻറ്റിൻ്റെ ഹോട്ടൽ തന്നെയാണത്. നമ്മുടെ ഷൂട്ട് ഉള്ള ക്ലയൻറ്റ് അവരുടെ ഹോട്ടൽ തന്നെയാണ്. ഞാൻ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ റൂമിലോട്ട് പോയിട്ടോ. നമ്മളെ റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്ന് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമ്മുടെ ബാക്കിലുള്ളത്. മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മേക്കപ്പ് ഇതാ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഹെയർ ചെയ്യാണ്. അപ്പോൾ ഹെയർ നല്ല മോഡലാക്കി എടുക്കണമല്ലോ, ജ്വല്ലറി ഷൂട്ടാണല്ലോ. അപ്പം മേക്കപ്പ് കഴിഞ്ഞ് നമ്മളത് തുടങ്ങി. അപ്പം നമ്മൾ ലാസ്റ്റ് വൺ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഫിറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനലി ലുക്കാണ് ഈ കാണുന്നത്. ഡ്രസ്സ് മാത്രം ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് കാണാതെ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം കേട്ടോ. അപ്പോൾ ഷൂട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിനുശേഷം ഞാൻ നൈൽ പോളിഷ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള നൈൽ പോളിഷ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് നൈൽ പോളിഷ് കിട്ടുമെന്ന് നല്ല ഐഡിയ. അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. കുറേ ലേറ്റായിട്ടാണ് നമ്മുടെ ഷൂട്ട് തുടങ്ങിയെങ്കിലും നല്ല പട്ടി പോസ്റ്റായിരുന്നു ഗൈസ്. എന്താ പറയുക, ഞാൻ തലേന്ന് തന്നെ എനിക്ക് വേറെ ഷൂട്ടുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല പെയിനും ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല എന്താ പറയുക, നല്ല മീൻ കറിയും നല്ല മീൽസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. അപ്പം നല്ലപോലെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമിൽ വന്നതാ വീണ്ടും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തീർക്കണമല്ലോ ഒരു കോസ്റ്റ്യൂം തന്നെ. ഇതിപ്പോൾ വൈകുന്നേരം സമയം കിട്ടും. നല്ല ടയേർഡാണ് കേട്ടോ എനിക്ക് ഒന്നാമത് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് കുടിക്കാനും ഇങ്ങോട്ടും ഓടും. ശേഷം നമ്മുടെ പെയർ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ കൂടെ വേറൊരു മോഡലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുള്ള പെയർ ഷൂട്ട് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ വെക്കുന്നു, റൈറ്റ് കൈ ഡെസ്കിൽ കുത്തുന്നു, ലെഫ്റ്റ് കൈ കൊണ്ട് ആക്ഷൻ. ഒരു ഓഫീസ് ടൈപ്പ് കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ നമ്മളുടേത്. നെക്സ്റ്റ് കോസ്റ്റ്യൂം ഫസ്റ്റ് കോസ്റ്റ്യൂം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 8-9 മണിയായിട്ടുണ്ട്. ആ സമയം രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഇടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര വിശപ്പ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ഓർഡർ ചെയ്യുക, താഴേന്ന് ഓർഡർ ചെയ്യുക, വന്ന് കഴിക്കുക. ഒരു ജ്യൂസ് ഓർഡർ ചെയ്ത്, അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന ഇടയിൽ കൂടി ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ കോസ്റ്റ്യൂം ഇങ്ങനെയായിരുന്നു. അതിൽ ബാക്കിൽ ഒരു സൗദിക്കുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു എന്താ പറയുക വേറൊരു ഷർട്ട് വെച്ചിട്ട് കൈമ കൂടെ വേറൊരു സീനും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നിതിൻ കുട്ടൻ. ഇടയ്ക്ക് വന്ന് ഏന്തി നോക്കി പോകും. രാത്രി 10 മണിയാകുമ്പം തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഓർഡർ ചെയ്ത് വീണ്ടും കഴിക്കുന്നതാണ്. ഇതിൽ ആടിക്കൊണ്ട് ഫുഡ് കഴിക്കുന്നു.
ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലിന് വേണ്ടി അവർ എന്നോട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ ബാക്കി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.